നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്സിലോട്ട് പോകുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ടൈമായിരിക്കാം, അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ടൈമായിരിക്കാം. അപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സക്സസ്സിലോട്ട് പോകുന്ന ടൈം, അല്ലെങ്കിൽ നിങ്ങളൊരു സക്സസ്സിലോട്ട് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ ഒരു സക്സസ്സിൽ എത്തരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു അച്ചീവ്മെൻറ്റിലോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്, അങ്ങനെ നിങ്ങളുടെ സക്സസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സ് കൂളാക്കി പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഓക്കെ, അങ്ങനെ ഒരു തടസ്സം ഉണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഫൈവ് ഓഫ് വാൺസ് കാണിക്കുന്നുണ്ട്, 3 ഓഫ് വാൺസ്, 7 of swords, 4 of wands, page of cups, two of swords, the hermit, the magician, 7 of wands, king of swords. ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്സിലോട്ട് പോകുന്നതിന് എതിർപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടക്കേടുള്ളത് ആരാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു നിങ്ങളുടെ ഒരു സക്സസ്സിനെ ഭയക്കുന്നത് ആരാണ് എന്നുള്ളത് നോക്കിയിട്ടുള്ളത്. ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ 5 ഓഫ് വാൺസ് എനർജിയാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഈ പേഴ്സണുമായിട്ട് വഴക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു വഴക്ക് അല്ലെങ്കിൽ അകൽച്ച. ഇവിടെ 7 ഓഫ് സോഡ്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ ഒരു അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നല്ല ടേംസിൽ പോകുന്ന ആളുകളല്ല നിങ്ങൾ തമ്മിലുള്ളത്. നിങ്ങളുടെ റിലേഷൻ അങ്ങനെയല്ല. നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴക്കെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാക്ക് തർക്കങ്ങളായിരിക്കാം. നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഇവർ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് തർക്കങ്ങളും ഇഷ്യൂസൊക്കെ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് വാൺസ് എനർജിയാണ്. ചിലർക്ക് ഈ ഒരു പേഴ്സൺ ഒരു മാരേജിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ വന്നതായിരിക്കാം. എന്ന് കരുതി നിങ്ങൾ പാർട്ട്ണറാണ് എന്നുള്ളതല്ല പറയുന്നത്. ചിലർക്ക് പാർട്ട്ണർ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിലൂടെയാണ് ഇങ്ങനെ ഒരു കണക്ഷൻ, ഇങ്ങനെ ഒരു പേഴ്സൺ നിങ്ങൾ ലൈഫിൽ സക്സസ് ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ വിജയത്തെ പരാജയത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു കണക്ഷനിലൂടെ, ഒരു മാരേജ് കണക്ഷനിലൂടെ നിങ്ങളിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ആരെങ്കിലും ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങളോടൊരു സ്നേഹത്തോടെ ഇടപഴകാൻ ചില സമയത്ത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്യൂസൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു മുഖമൂടിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, നിങ്ങൾക്കെതിരായിട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ മജീഷ്യൻ കാർഡ് കാണിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു നമ്മൾ പറയാം കണ്ണേർ ദോഷം, അല്ലെങ്കിൽ നിങ്ങൾ നന്നാവരുത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതായത് ഒരുപാട് നിങ്ങൾ എഫേർട്ട് ഇടുമ്പോഴും തൊട്ടടുത്ത് എത്തിയതിന് ശേഷം അത് നഷ്ടമാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് എന്നാൽ കയ്യിലോട്ട് എത്തിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങളുടെ അടുത്തെത്തി അത് തട്ടിത്തടഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഈ ഒരു പേഴ്സൻ്റെ നെഗറ്റിവിറ്റി കാരണമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ ഒരു നെഗറ്റീവ് എനർജിയാണ് അതിന് റീസൺ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ കാണിക്കുന്നത് ഇവിടെ
പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ പേഴ്സൺ ഒരു എന്താ അവരുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി മറയ്ക്കാൻ വേണ്ടിയിട്ട് സ്നേഹത്തോടെ നിങ്ങളോട് ചിലപ്പോഴൊക്കെ പെരുമാറാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു രണ്ടുപേരും പരസ്പരം ഒത്തു നിൽക്കുന്ന സമയങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കംപ്ലീറ്റ്ലി അകന്നാൽ ഇവർക്ക് നിങ്ങൾക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ നിങ്ങളോട് അധികം കണക്റ്റഡ് ആയി നിൽക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് കൂടി ഒരു ഇഷ്ടമുള്ള രീതിയിലൊക്കെ സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ കിങ് ഓഫ് സോഴ്സ് എനർജിയാണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നല്ലത് വരരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു കിങ് ഓഫ് സോഴ്സ് എനർജിയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം, എന്തെങ്കിലും നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു റിലേഷൻ്റെ കാര്യം ആയിക്കോട്ടെ, ആ റിലേഷൻ്റെ കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങളോട് ഓപ്പോസിറ്റായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളുടെ മൈൻഡിനെ, അതായത് നിങ്ങളൊരു ഓവർ തിങ്കിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് ഇട്ട് തരുന്ന ഒരു പേഴ്സണാണ് ഇവർ എന്നാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക, നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് നിങ്ങളോട് സ്നേഹത്തോട് സംസാരിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി തരുന്ന ഒരു പേഴ്സണാണ് ഇവരെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് വാൺസ് എനർജിയാണ്. ഇങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ അതായത് പ്രസൻസ് നമ്മുടെ ലൈഫിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഞാൻ സക്സസ്സിലോട്ട് പോകുന്നതിന് അവർക്ക് ഇഷ്ടക്കേടുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇവരെന്ത് ചെയ്താലും അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. അവരെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്നിട്ട് നമ്മൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. നമ്മുടെ ലൈഫിൽ നമ്മളൊരു സക്സസ്സിലോട്ട് പോവേണ്ടതിനെ കുറിച്ചുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വേണം. അതിനെക്കുറിച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുക. നമ്മുടെ മനസ്സിൽ ഇവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, നമ്മൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് നമ്മളൊരു സക്സസ്സിലോട്ട് പോകുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവരോടൊരു ദേഷ്യം വയ്ക്കുകയല്ല വേണ്ടത്. നമ്മളെ ആ ഒരു സക്സസ്സിലോട്ട് പുഷ് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ഇവർ എന്നെ തകർക്കാനാണ്, അല്ലെങ്കിൽ ഞാൻ നന്നായി വരുന്നതിന് പ്രശ്നം, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ അവരെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി എന്നെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ടല്ലോ, ആ പേടി പാടില്ല. അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിലാണ് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇവരെന്നല്ല, ആരെന്ത് ചെയ്താലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല, എന്നെ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റിക്കും കീഴ്പ്പെടുത്താൻ വേണ്ടി പറ്റില്ല. എന്നാൽ നിങ്ങൾ ഡൗട്ട്ഫുള്ളിയാണ് നിൽക്കുന്നത്. ഞാൻ നന്നാവുന്നതിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാനൊരു സക്സസ്സിലോട്ട് പോകുന്നതിന്, എനിക്ക് നല്ലൊരു ജോബ് കിട്ടുന്നതിന്, എനിക്ക് നല്ലൊരു റിലേഷൻ കിട്ടുന്നതിനൊക്കെ ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവരതിനെ നെഗറ്റീവായിട്ട് കാണുന്നത്, ഇവർക്കതിൽ ഒരു നെഗറ്റീവിറ്റി ഇവരെ എനിക്കെതിരായിട്ട് ചിലപ്പോൾ പറയുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളൊരു പേടി ഉണ്ടല്ലോ. ആ ഒരു പേടി, ആ ഒരു കൺഫ്യൂഷനാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം പോവേണ്ടത്. അത് പോയാൽ തന്നെ നമ്മളത് എഫക്റ്റ് ചെയ്യാണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളത് അതിൽ പേടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുമെന്ന് കരുതുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ കരുതാതെ, ചിലർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചിലർ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും കേട്ടോ, നീ പഠിക്കാൻ പോകണ്ട എന്നുള്ള രീതിയിൽ. ചിലർ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയൊക്കെ എതിർക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ചിലർക്ക് സ്വന്തം ഫാമിലി തന്നെ ഇനി മതി പഠിച്ചത്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകണ്ട, നമുക്ക് മാരേജിലോട്ട് കടക്കാം എന്നുള്ള രീതിയിലൊക്കെ സ്വന്തം ഫാമിലി എതിർക്കുന്നവരുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കസിൻസ് ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ ലൈഫ് സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു മറ്റുള്ളവർ നിങ്ങളെ നെഗറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കില്ല എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം അവിടെ ഉണ്ട്. എന്നെ അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ എഫക്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു പവർ അതിനില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് ആവും. ഓക്കെ, അല്ലാതെ അതെന്നെ ബാധിക്കുമോ, ഇതുകൊണ്ടാണോ എനിക്കത് നഷ്ടപ്പെടുന്നത്, ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ടെൻഷൻ നമ്മൾ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിക്ക് നമ്മളൊരു ബിൽഡപ്പ് കൊടുക്കണം. ആ ഒരു നെഗറ്റീവ് എനർജിക്ക് അതെന്തോ ഒരു സംഭവമാണ്, അതെൻ്റെ ലൈഫിനെ അങ്ങനെ തകർത്ത് കളയും എന്നുള്ളൊരു വിശ്വാസം നമ്മളവിടെ കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ആ ഒരു ചിന്തയുടെ പവറും കൂടി ആകുമ്പോൾ ആ നെഗറ്റിവിറ്റി അത് നമ്മളെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ എനർജി ലെവൽ ഹയർ ആണെങ്കിൽ, നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ, നമ്മളുടെ ഇമോഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ അത് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എല്ലാത്തിനെയും നമുക്ക് മറികടക്കാൻ പറ്റുന്ന. അങ്ങനെയാണ് ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതെന്നെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു സ്ട്രോങ് കോൺഫിഡൻസ് നമ്മുടെ ലൈഫിലെ എല്ലാ രീതിയിലുള്ള സക്സസ്സിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ്.
ഓക്കെ, അതിനെ തകർക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. സക്സസ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ എഫേർട്ട് ഇടുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ലുക്ക് ഫോർ എ സൈൻ എന്നാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിജയത്തിലോട്ട് നിങ്ങൾ പോകുന്നതിൻ്റെ സയൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഏറ്റവും തീവ്രമായിട്ട് എന്താ പറയുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിലോട്ട് വരുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നു എന്നുള്ളതിൻ്റെ സയൻസാണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് കേട്ടോ. ഇറ്റ്സ് അപ് ടു യു എന്നാണ്. നിങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞു നമ്മളാണ് നമ്മളുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ. നമ്മൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതെന്നെ എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുവാണെങ്കിൽ ഉറപ്പാണ് നമുക്കത് എഫക്റ്റ് ആവും. അതല്ല നമ്മളത് സ്ട്രോങ് ആയിട്ട് എന്നെ ഈ കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചിന്തയും വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ സക്സസ്സിലോട്ട് നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ പോകാൻ വേണ്ടി പറ്റും. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരു മൈൻഡ് പവർ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് പാത്ത് എന്താണ്, ഞാൻ ഏത് ഡയറക്ഷനിലൂടെയാണ് പോവേണ്ടത്, ഏത് ഡയറക്ഷനിലൂടെ പോയാലാണ് എൻ്റെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടി പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ കിട്ടും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളിലോട്ടുള്ള ഒരു എന്താ പറയുക നമ്മളിലേക്ക് നോക്കുന്നതാണ്. അപ്പോൾ നമ്മളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഞാൻ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത്. നമ്മൾ ഈ പുറത്തോട്ട് നോക്കിയിട്ട് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ട് പുറത്തുള്ള കാര്യങ്ങളോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ഏത് ലെവലിലൂടെ പോയാൽ സക്സസ് ആവും, നമുക്ക് ഏതാണ് നമ്മൾ പോവേണ്ട പാത്ത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള സോളിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു സോളിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തായി തീരണം എന്നുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്താണ് അതിൻ്റെ ഒരു പാത്ത് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1993 ആയില്യം ഏപ്രിൽ 1990 അവിട്ടം ചതയം മെയ് തിരുവാതിര അനീഴം ലെറ്റർ പി ലെറ്റർ എസ് ലെറ്റർ എം ഉത്രട്ടാതി മകീര്യം ജൂൺ 1985 വിശാഖം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.